ഗൈസ്, ഇന്ന് നമ്മൾ സ്കൂൾ തല SS ക്യൂസ് ചോദ്യങ്ങളാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം: ഇന്ത്യയുടെ എത്രാമത്തെ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു? ഇന്ത്യയുടെ എത്രാമത്തെ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു? ആൻസർ 15ാമത്തെ. ഇന്ത്യയുടെ എത്രാമത്തെ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു? 15ാമത്തെ. അപ്പോൾ ഇന്ത്യയുടെ 15ാമത്തെ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു. അടുത്ത ക്വസ്റ്റ്യൻ: ഇന്ത്യയിലെ ഏറ്റവും പ്രധാന സ്വർണ്ണ ഖനന കേന്ദ്രം? ഇന്ത്യയിലെ ഏറ്റവും പ്രധാന സ്വർണ്ണ ഖനന കേന്ദ്രം? ആൻസർ കോളാർ. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും പ്രധാന സ്വർണ്ണ ഖനന കേന്ദ്രമാണ് കോളാർ. അടുത്ത ചോദ്യം: സ്വർണ്ണ ഖനന കേന്ദ്രമായ കോളാർ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? സ്വർണ്ണ ഖനന കേന്ദ്രമായ കോളാർ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ കർണാടക. സ്വർണ്ണ ഖനന കേന്ദ്രമായ കോളാർ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? കർണാടക. ഇനി നമുക്ക് 4ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപ് ഏത്? ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപ് ഏത്? ആൻസർ ഗ്രീൻലാൻഡ്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപാണ് ഗ്രീൻലാൻഡ്. അടുത്തത് 5ാമത്തെ ചോദ്യം: കൃഷ്ണരാജ് സാഗർ അണക്കെട്ട് ഏത് നദിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്? കൃഷ്ണരാജ് സാഗർ അണക്കെട്ട് ഏത് നദിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്? ആൻസർ കാവേരി. അപ്പോൾ കാവേരി നദിയിലാണ് കൃഷ്ണരാജ് സാഗർ അണക്കെട്ട് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ കൃഷ്ണരാജ് കാവേരി ഇങ്ങനെ പഠിക്കാൻ നല്ല ഈസിയാണല്ലേ? ഒരു ക്ലൂ ഉണ്ട്. 6ാമത്തെ ചോദ്യം: ലോകത്തിലെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത് എവിടെ? അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആൻസർ നമ്മുടെ സ്വന്തം രാജ്യമായ ഇന്ത്യയിൽ തന്നെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത്. ഇനി 7ാമത്തെ ചോദ്യം: സത്യശോധക് സമാജ് സ്ഥാപിച്ചത് ആര്? സത്യശോധക് സമാജ് സ്ഥാപിച്ചത് ആര്? ഇത് നിങ്ങൾക്ക് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ജ്യോതിറാവു ഫൂലെ. അപ്പോൾ സത്യശോധക് സമാജ് സ്ഥാപിച്ചത് ആരാണ്? ജ്യോതിറാവു ഫൂലെ. 8ാമത്തെ ചോദ്യം: ഓസോൺ പാളി സംരക്ഷണത്തിനായി 1987 സെപ്റ്റംബർ 16 നടന്ന ഉടമ്പടിയുടെ പേരെന്ത്? അപ്പോൾ ചിലപ്പോൾ ചോദിക്കും ഓസോൺ ദിനം എന്ന്. അപ്പോൾ എന്നാണ് സെപ്റ്റംബർ 16. ഓക്കെ. അപ്പോൾ ഓസോൺ പാളി സംരക്ഷണത്തിനായി 1987 സെപ്റ്റംബർ 16 നടന്ന ഉടമ്പടിയുടെ പേരാണ് എന്താണ്? മോൺട്രിയോൾ ഉടമ്പടി. അപ്പോൾ ഉടമ്പടിയുടെ പേരെന്താണ്? മോൺട്രിയോൾ ഉടമ്പടി. മോൺട്രിയോൾ ഉടമ്പടി എന്ന് തന്നെ എഴുതണം കേട്ടോ. അടുത്ത 9ാമത്തെ ചോദ്യം: ഇന്ത്യയുടെ വന്ധ്യവയോധികൻ ആര്? അപ്പോൾ എന്താണ്? ഇന്ത്യയുടെ വന്ധ്യവയോധികൻ ആരാണ്? അപ്പോൾ ഇത് മിക്കവാറും അറിയാമായിരിക്കും എന്ന് തോന്നുന്നു. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ ആര്? പറയട്ടെ. ദാദാഭായ് നവറോജി. അപ്പോൾ ഇന്ത്യയുടെ വന്ധ്യവയോധികൻ ആരാണ്? ദാദാഭായ് നവറോജി. ഇത് മിക്കവാറും ചോദിക്കുമെന്ന് തോന്നുന്നു. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ ദാദാഭായ് നവറോജി. ഇന്ത്യയുടെ വന്ധ്യവയോധിക ആരാണെന്ന് അറിയാവുന്നവർ കമൻറ്റ് ചെയ്യണേ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്തത് നമ്മുടെ ഏറ്റവും ലാസ്റ്റത്തെ ചോദ്യം, 10ാമത്തെ ചോദ്യമായ സ്വാമി വിവേകാനന്ദനെ കുറിച്ച് എല്ലാവർക്കും അറിയാമല്ലേ? അപ്പോൾ ആ സ്വാമി വിവേകാനന്ദൻ ആരംഭിച്ച സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമാണ്. അപ്പോൾ ആൻസർ രാമകൃഷ്ണ മിഷൻ. അതൊന്ന് സൂക്ഷിക്കണം. നമ്മുടെ കൃഷ്ണൻ്റെ പേരിൽ തന്നെ രാമൻ കൃഷ്ണ മിഷൻ. അപ്പോൾ അത് ഈസിയാണെന്ന് തോന്നുന്നു. ആൻസർ ഈസിയാണ്. ഞാൻ ഈ ക്വസ്റ്റ്യൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. സ്വാമി വിവേകാനന്ദൻ ആരംഭിച്ച സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനം രാമകൃഷ്ണ മിഷൻ.
ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി ബോണസ് ചോദ്യത്തിലേക്ക് കിടക്കാം. ലോകത്തിലെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, നേരത്തെ ഞാൻ പറഞ്ഞു ലോകത്തിലെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഇന്ത്യ. അപ്പോൾ ഈ യൂണിവേഴ്സിറ്റിയാണ് കേട്ടോ ലോകത്തിലെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി. ഇവിടെ പേരാണ് ചോദിച്ചേക്കുന്നത്. നമ്മൾ സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലാണെന്ന് പഠിച്ചു. ഇനി അതിൻ്റെ പേരെന്താണ്? അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.